Hello students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസ്. അതിൽ BPSK അല്ലെങ്കിൽ ബൈനറി ഫേസ് ഷിഫ്റ്റിംഗ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ വി ലേൺഡ് അബൌട്ട് പാസ് ബാൻഡ് മോഡൽ ആൻഡ് ഓൾ അല്ലേ. അപ്പോൾ ഈ ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസിനെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസിനെ I can divide it into two types. Okay, digital modulation schemes. Digital modulation. Okay, this is. ഇപ്പോൾ ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസിനെ ശരിക്കും രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓൾറെഡി നമ്മൾ നേരത്തെ നിങ്ങൾ ലോവർ UG കോഴ്സസിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. കൊഹിയറൻറ്റ് മോഡുലേഷൻ സ്കീംസും അതേപോലെ തന്നെ നോൺ കൊഹിയറൻറ്റ് മോഡുലേഷൻ സ്കീംസും. Okay, coherent modulation schemes and non-coherent modulation schemes, which I have already learned in smaller classes. I mean your UG courses. അപ്പോൾ എന്താണ് ഈ കൊഹിയറൻറ്റ് മോഡുലേഷൻ സ്കീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? what do you mean by coherent modulation scheme? coherent modulation സ്കീമിൽ ശരിക്കും നമ്മൾ ആ ഒരു സിഗ്നലിനെ ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ, ഓക്കെ, റിസീവർ സൈഡിൽ നമ്മൾ സിഗ്നലിനെ ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിലെ കരിയറിൻ്റെ ഫേസ് ഇൻഫോർമേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിൻ്റെ ഫേസ് ഇൻഫോർമേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡിറ്റക്ഷൻ ഈ കൊഹിയറൻറ്റ് മോഡുലേഷൻ സ്കീംസിൽ നടത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഫേസ് ഇൻഫോർമേഷൻ ഷുഡ് ബി നോൺ. പക്ഷേ നോൺ കൊഹിയറൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഫേസ് ഇൻഫോർമേഷൻ ആവശ്യമില്ല. ഡിറ്റക്ഷന് വേണ്ടിയിട്ട് റിസീവർ സൈഡിൽ ദർ ഈസ് നോ നീഡ് ടു നോ ദ ഫേസ് ഇൻഫോർമേഷൻ ഓഫ് ദ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ. ഫേസ് ഇൻഫോർമേഷൻ ആവശ്യമില്ല, അല്ലെങ്കിൽ ഫേസ് സിങ്ക്രണൈസേഷൻ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മെയിൻ ക്ലാസിഫിക്കേഷൻ. നമ്മൾ പഠിക്കാനുള്ള ഫസ്റ്റ് കൊഹിയറൻറ്റും പഠിക്കാനുണ്ട്, നോൺ കൊഹിയറൻറ്റ് സ്കീംസും നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് കൊഹിയറൻറ്റ് സ്കീമിനകത്ത് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ് ആണ്, ദറ്റ് ഈസ് BPSK. ദെൻ യു ലേൺ അബൌട്ട് QPSK, ഓക്കെ, ദെൻ BFSK. ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. കൊഹിയറൻറ്റ് സ്കീംസിലാണ് നമ്മളിതെല്ലാം പഠിക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ് നമുക്ക് എന്താണെന്ന് നോക്കാം. Okay, so BPSK, coherent binary phase shift keying, or simply binary phase shift keying, or BPSK. Okay, അങ്ങനെയാണ് നമ്മൾ എപ്പോഴും അത് പറയുന്നത്. ആൻഡ് ദിസ് ടോപ്പിക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് തുടങ്ങാനായിട്ട് പേരിൽ തന്നെയുണ്ട് അല്ലേ, ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ് എന്നാണ്. അപ്പോൾ ബൈനറി എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഒരു 2 എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ, 2 പാർട്ട്, 2 സിഗ്നൽ, അങ്ങനെയാണ്. അപ്പോൾ ഈ ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ് ഇത് ശരിക്കും 2 സിഗ്നലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് യൂസസ് 2 സിഗ്നൽസ് S1, ആൻഡ് ദിസ് ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ് യൂസസ് 2 സിഗ്നൽസ് ഓർ എ പെയർ ഓഫ് സിഗ്നൽസ്. ഓക്കെ, യൂസ് 2 സിഗ്നൽസ് ഓർ പെയർ ഓഫ് സിഗ്നൽസ് ടു റെപ്രസെൻറ്റ് ദ സിംബൽസ്, അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ദ ബൈനറി ഇൻഫോർമേഷനായ 1നെയും 0നെയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സിഗ്നൽസ് ആയിരിക്കും, ഓർ എ പെയർ ഓഫ് സിഗ്നൽസ് ആയിരിക്കും BPSK യൂസ് ചെയ്യുന്നത്. ഓക്കെ, 2 സിഗ്നൽസ് ദറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ലൈക്ക് S1 ഓഫ് T ആൻഡ് S2 ഓഫ് T. ഓക്കെ, അപ്പോൾ ബൈനറി ആണ്, സോ 1ഉം 0യും മാത്രമേ ഉള്ളൂ. ഇതാണ് 2 സിമ്പിൾ. അപ്പോൾ ഈ 1നെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ S1 ഓഫ് T യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ഡെറിവേഷനിൽ അങ്ങനെയാണ് എടുക്കുന്നത്. 0നെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് S2 ഓഫ് T ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് യൂസസ് 2 സിഗ്നൽസ് S1 ഓഫ് T ആൻഡ് S2 ഓഫ് T. ഓക്കെ, for representing the binary symbols 1 and 0 respectively. അപ്പോൾ S1 of T ഓർക്കുക, ബൈനറി 1നും S2 of T is used for representing the symbol binary 0. okay, ഇത് binary 1 and this for representing the binary 0. okay,
അപ്പോൾ ഇനി നമുക്ക് ഈ S1 S2 സിഗ്നൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നോർമലി BPSKയിൽ ശരിക്കും ഇപ്പോൾ 1 വരുവാണെങ്കിൽ ആ ഒരു 1 ഉണ്ട് ഒരു 0 ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ആ ബൈനറി സിമ്പിളിനെ എൻകോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വേവ് ഫോമാണ് കിട്ടുന്നതെന്ന് വിചാരിക്കും 1 0. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1നെ മോഡുലേറ്റ് ചെയ്യാനായിട്ട് 1നെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു കാരിയർ സിഗ്നൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ S1 എന്ന് പറഞ്ഞൊരു സിഗ്നൽ യൂസ് ചെയ്യും. ആ S1 സിഗ്നലിനെ നമുക്ക് എന്ത് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം? അതൊരു ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ്, അല്ലെങ്കിൽ നമുക്കൊരു കൊസൈൻ വേവോ അല്ലെങ്കിൽ സൈൻസ് വേവോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ S1 S2 റെപ്രസെൻറ്റ് ചെയ്യാം. പക്ഷേ ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ് എന്നാണ് അല്ലേ? അപ്പോൾ പേരിൽ തന്നെയുണ്ട് ഫേസ് ഷിഫ്റ്റ് കീയിങ് എന്ന് പറയുമ്പം 1നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന S1 സപ്പോസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു കാരിയർ സിഗ്നലിനെ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ 0ക്ക് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു S1 ഈ S2 അതായത് 0നെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ദാറ്റ് സിമ്പിൾ, ഓക്കെ, ദാറ്റ് സിഗ്നൽ, സിമ്പിൾ അല്ല സിഗ്നൽ S2 എന്ന് പറയുന്നത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ദിസ് വിൽ ബി 180. ഇപ്പോൾ 0നെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇത് ഇവിടെ തുടങ്ങിയതെങ്കിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ S2 യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ്. അപ്പോൾ S1 എന്ന് പറയുന്നത് നമുക്ക് മറ്റൊന്നും അല്ല, S1 നമുക്കൊരു കൊസൈൻ സിഗ്നൽ വെച്ചിട്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ലെറ്റ് S1 be represented by a cosine signal a cos 2 pi fct. ആ cosine സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ് fc. And let S2 be represented by another cosine signal which is 180 degree out of phase with respect to the first. ആദ്യത്തെ സിഗ്നലിനെ യൂസ് ചെയ്യുമ്പോൾ ആ സിഗ്നലിൻ്റെ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉള്ള ഒരു സിഗ്നൽ ആയിരിക്കും അതർ സിമ്പിളിനെ അല്ലെങ്കിൽ 0നെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഏത് സ്കീമിൽ? ബൈനറി ഫേസ് ഷിഫ്റ്റ് സ്കീമിൽ. അപ്പോൾ കോസ് തീറ്റ പ്ലസ് പൈ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് കോസ് പൈ ആണല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ, മൈനസ് കോസ് തീറ്റയാണ് അല്ലേ? കോസ് തീറ്റ പ്ലസ് പൈ ഈസ് വാട്ട്? മൈനസ് കോസ് തീറ്റയാണ്. ഓക്കെ, സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് വാട്ട്? മൈനസ് എ കോസ് 2 പൈ FCT എന്ന് എഴുതാം. S1 എന്തായിരുന്നു? A cos 2 pi FCT. S2 എന്താണ്? മൈനസ് എ കോസ് 2 pi FCT. ഇനി ഞാൻ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ഇൻ ടേംസ് ഓഫ് ബിറ്റ് എനർജി ആൻഡ്, ഓക്കെ, ഒരു ബിറ്റിന് യൂസ് ചെയ്യുക എത്ര എനർജി വേണം ആ ബിറ്റ് എനർജിയും അതുകൂട്ട് തന്നെ ഈ ഒരു ബിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഡ്യൂറേഷൻ TB, ഈ ആംപ്ലിറ്റ്യൂഡിനെ ഇൻ ടേംസ് ഓഫ് EB ആൻഡ് TB ഞാൻ എഴുതാൻ പോവാം. അപ്പം നമുക്കെല്ലാം അറിയാവുന്ന വെൽ നോൺ ഇക്വേഷൻ പവർ in terms of energy and time എങ്ങനെയാണ് എഴുതുന്നത്? പവർ ഇസ് ഈക്വൽ ടു വി നോ ഇറ്റ് ഈസ് എനർജി ഡിവൈഡഡ് ബൈ ടൈം ആണല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എനർജി, ഇവിടെ ബിറ്റ് എനർജിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു ബിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഡ്യൂറേഷൻ TB ആയിട്ട് ഞാൻ എടുക്കുകയാണ്. ആൻഡ് വി ഓൾസോ നോ വൺ മോർ ഇക്വേഷൻ ദാറ്റ് ഈസ് RMS വാല്യൂ. ഓക്കെ, ഒരു RMS വാല്യൂ എന്ന് പറയുന്നത് RMS വാല്യൂ ഇസ് ഈക്വൽ ടു അതിൻ്റെ പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ √2 ആണ്. അപ്പോൾ ഈ ഒരു കൊസൈൻ സിഗ്നലിനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പീക്ക് വാല്യൂ എന്താണ്? A ആണല്ലേ? പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ √2 ആണ് അല്ലേ? ആൻഡ് വി ഓൾസോ നോ വൺ മോർ ഇക്വേഷൻ ദാറ്റ് ഈസ് പവർ എന്ന് പറയുന്നത് എന്താണ്? RMS വാല്യൂൻ്റെ സ്ക്വയർ ആണ്. പവർ ഈസ് ഓൾസോ ഈക്വൽ ടു RMS വാല്യൂൻ്റെ സ്ക്വയർ ആണ് പവർ എന്ന് പറയുന്നത്. സോ ഇൻ ഷോർട്ട് വാട്ട് we can write power as, therefore power is equal to RMS value A by √2 എന്നല്ലേ കിട്ടിയത്. അപ്പം എന്താണ്? A²/2 ആയിരിക്കും പവർ എന്ന് പറയുന്നത്. Now if you compare these two equation 1 and 2, what we are getting from 1 and 2, okay, 1 and 2 implies that പവർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷനിൽ EB/TB എന്നാണ് കിട്ടിയത്, സെക്കൻഡ് ഇക്വേഷനിൽ പവർ എന്ന് പറയുന്നത് A²/2 എന്നാണ് കിട്ടിയത്. ഓർ ഫ്രം ദിസ് what we can write ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2EB/TB ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡിനെ ഇനി അങ്ങോട്ട് ത്രൂ ഔട്ട് ഈ ഒരു ഡെറിവേഷനിൽ മാത്രമല്ല ഇനിയുള്ള കൊഹിയറൻറ്റ് സ്കീമുകളിൽ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കൊസൈൻ, എവിടെ നിങ്ങൾ കൊസൈൻ സിഗ്നൽ കരിയറായിട്ട് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ കൊസൈൻ സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു അതിൻ്റെയൊക്കെ ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ √2EB/TB വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എല്ലായിടത്തും അല്ല, QPSKയിലൊക്കെ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ യു വിൽ ബി റെപ്രസെൻറ്റിംഗ് ദ ആംപ്ലിറ്റ്യൂഡ് ഇൻ ടേംസ് ഓഫ് ബിറ്റ് എനർജി ആൻഡ് ടൈം ഡ്യൂറേഷൻ യൂസിങ് ദിസ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ സി this is the first equation S1. Okay, fine, ഇവിടെ നമ്മൾ ഓൾറെഡി 1 and 2 യൂസ് ചെയ്തു. ഓക്കെ, let us
represent this as 3 and this 4. So അങ്ങനെയാണെങ്കിൽ equation 3 and 4നെ എനിക്ക് റീറൈറ്റ് ചെയ്യാൻ പോവാണ് in terms of this A, in EB and TB. EB and TBയുടെ ടേംസിൽ എഴുതാൻ പോവാണ്. ഈ ഇക്വേഷനാണ് ടെക്സ്റ്റുകളിലൊക്കെ ഡയറക്റ്റ്ലി എഴുതിയിരിക്കുന്നത്. സോ നിങ്ങൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. എക്സാമിന് ഇത്രയും കാര്യങ്ങൾ എഴുതണമെന്നില്ല. യു ക്യാൻ ഡയറക്റ്റ്ലി റൈറ്റ് ദിസ് ഇക്വേഷൻ S1 of t ആസ് instead of A, write root of 2EB by TB. ഇത് അല്ലാതെ ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡെറിവേഷൻ കാണിച്ചത്. ഓക്കെ, ഇൻറ്റു വാട്ട്, ഇൻസ്റ്റെഡ് ഓഫ് A നമ്മളിത് എഴുതി, മറ്റേത് cos 2π FCT. ഓക്കെ, cos 2π FCT എന്ന് എഴുതാം. അപ്പോൾ T എന്ന് പറയുന്നത് മറ്റൊന്നും അല്ല, അതിൻ്റെ ബിറ്റ് ഡ്യൂറേഷനാണ്. സോ T will lie between 0 അല്ലേ, 1 എന്ന് പറയുന്ന വേവിനെ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ 0 to TB ആയിരിക്കും അതിൻ്റെ T എന്ന് പറയുന്ന ഈ ഒരു ഡ്യൂറേഷൻ. T will lie between 0 and TB. ആൻഡ് സോ S2 of T എന്ന് പറഞ്ഞ സിഗ്നലിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? മൈനസ് A cos 2π FCT ആണ്. മൈനസ് എക്ക് പകരം മൈനസ് റൂട്ട് ഓഫ്, ഓക്കെ, മൈനസ് റൂട്ട് ഓഫ് 2EB ഡിവൈഡഡ് ബൈ TB cos 2π FCT എന്ന് നമുക്ക് എഴുതാം. സോ ഇങ്ങനെയാണ് നമ്മൾ BPSKയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ രണ്ട് സിഗ്നൽ S1 of T ആൻഡ് S2 of T എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് യു ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ദീസ് ഇക്വേഷൻസ്. അപ്പോൾ ഈ സിഗ്നൽ തമ്മിൽ എന്താണ്, ഒരു നെഗറ്റീവ് സിഗ്നലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അല്ലേ, അല്ലെങ്കിൽ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ S1 of T ആൻഡ് S2 of T സിഗ്നലിനെ നമ്മൾ ആൻറ്റിപോഡൽ സിഗ്നൽസ് എന്ന് വിളിക്കും. ഓക്കെ, ദീസ് സിഗ്നൽസ് S1 of T ആൻഡ് S2 of T സിഗ്നൽസ്, since they are S1 of T and S2 of T are 180 degree out of phase ആണല്ലേ, 180 degree out of phase ആണ്. So we call them as antipodal signal. We call these signals as antipodal signals എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, that is for your information. ഓക്കെ, അപ്പോൾ S1 of T എഴുതി, S2 of T എഴുതി. ആൻഡ് S1 of Tക്കും S2 of Tക്കും ടൈം ഡ്യൂറേഷൻ, ഈ T എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, ഇതാണ് രണ്ടിനും. ഓക്കെ, രണ്ടിനും T എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നൗ നമ്മൾ ഈ ഒരു BPSKയിൽ ഇനി പതുക്കെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നറിയാം, ഈ സിഗ്നലിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് ഇനി നമ്മൾ ഇതിൻ്റെ വെക്ടേഴ്സ് കണ്ടുപിടിക്കും. സി വാട്ട് വി ഹാവ് ലേൺഡ് ഇൻ ദ ലാസ്റ്റ് മോഡ്യൂൾ, നമ്മൾ സിഗ്നലിൽ നിന്ന് വെക്ടേഴ്സ് കണ്ടുപിടിക്കും. ആ വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ യൂക്ലിഡിയൻ സ്പേസിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ എറർ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ബിറ്റ് എറർ റേറ്റ് കണ്ടുപിടിക്കും. എല്ലാ സ്കീമിലും നമ്മൾ ചെയ്യുന്ന മെത്തേഡ് അതാണ്. ഫസ്റ്റ് യു റൈറ്റ് ദ സിഗ്നൽസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ ബൈനറി സിമ്പിൾ. അതിനുശേഷം നമ്മൾ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെയും അതേ കൂട്ട് തന്നെ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. And there is one more thing that is here I have told ഈ FC എന്ന് പറയുന്നതിന് ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കാരിയർ സിഗ്നലിൻ്റെ അല്ലെങ്കിൽ കൊസൈൻ സിഗ്നലിൻ്റെ ഈ ഫ്രീക്വൻസി FC എന്ന് പറയുന്നത്, ഓക്കെ, ഈ FC എന്ന് പറയുന്നത് it should be equal to NC by TB ആയിരിക്കണം. ഓക്കെ, it should be equal to, always make sure that FC is NC by TB, where NC is a fixed integer. NC is a fixed integer ആയിരിക്കണം. ഓക്കെ, അത് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല. ഇപ്പം നിങ്ങൾ 1നെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 1 ഇതും 0 ഇതുമാണെന്ന് വിചാരിക്കും. സോ 1നെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന S1 of T, ഓക്കെ, യൂസ് ചെയ്യുന്ന S1 of T എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജർ സൈക്കിൾസ് ഉള്ള കൊസൈൻ വേവ് ആയിരിക്കണം. കൊസൈൻ അല്ലേ, സോ ഇവിടുന്ന് തുടങ്ങും അല്ലേ. അപ്പോൾ ഇതൊരു സൈക്കിൾ. ഓക്കെ, ദിസ് ഈസ് 1 സൈക്കിൾ, ഇത് സെക്കൻഡ് സൈക്കിൾ, കണ്ടോ, ഇത് 3 സൈക്കിൾ. അപ്പോൾ ഞാൻ ഈ ഒരു ബിറ്റിനെ 3 സൈക്കിൾസ്, കൊസൈൻ വേവിൻ്റെ 3 സൈക്കിൾസ് യൂസ് ചെയ്തിട്ടാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻറ്റിജറാണ്. ഒരു 2.5 അല്ലെങ്കിൽ 1.5 സൈക്കിൾസോ വെച്ചിട്ടൊന്നും ഇത് റെപ്രസെൻറ്റ് ചെയ്യാൻ പാടില്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, FC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 3/TB എന്ന് എഴുതാം. ദാറ്റ് ഈസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്മിറ്റഡ് ബിറ്റിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ആ കാരിയർ വേവിൻ്റെ നമ്പർ ഓഫ് സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ, നമ്പർ ഓഫ് സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ കാരിയർ ഫ്രീക്വൻസി അല്ലേ, എൻ്റെ കാരിയർ ഫ്രീക്വൻസി FC എന്ന് പറഞ്ഞാൽ ഈ വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു NC by TB ആയിരിക്കണം. അങ്ങനെ വേണം നമ്മൾ ആ FC സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ റിമെമ്പർ ദാറ്റ് ഓൾസോ. ഓക്കെ, ആൻഡ് നൗ we will
ഡിറ്റർമൈൻ വാട്ട് ഈസ് ദ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ. എത്ര ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ ഉണ്ടെന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഗ്രാംഷുവിലത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സിഗ്നൽ S1 ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് S1 ഡിവൈഡഡ് ബൈ അതിൻ്റെ എനർജി ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലേ. ഇവിടെ നമ്മളിപ്പോൾ എനർജിയെ EB വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ഞാൻ ഈ S1 ഓക്കെ, ഈ S1 സിഗ്നലിനെ ഞാൻ ഇങ്ങനെ ഒന്ന് റീറൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, √EB ഞാൻ പുറത്ത് എഴുതിക്കൊണ്ട്, √EBയെ ഞാൻ പുറത്തേക്ക് എഴുതിക്കൊണ്ടിട്ട് ഈ ബാക്കി എന്ത് വരും ഉള്ളിൽ 2/TB. ഓക്കെ, √EBയെ ഞാൻ പുറത്തേക്ക് എടുത്തു. ഓക്കെ, ദിസ് ഇൻറ്റു cos 2πfct എന്ന് ഞാൻ എഴുതാൻ പോവാണ്. ഓക്കെ, or √EB terms or instead of writing this നിങ്ങൾ ചെയ്യേണ്ടത് ഈ S1 ഡിവൈഡഡ് ബൈ √EB ചെയ്യൂ. അപ്പം നമുക്ക് എന്ത് കിട്ടും? 5/1 കിട്ടും. ഓക്കെ, ഓർ 5/1 ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. 5/1 ഇത് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ ഈസ് ഒബ്റ്റൈൻഡ് ബൈ S1 ഡിവൈഡഡ് ബൈ √EB അല്ലേ. അപ്പോൾ ഈ സിഗ്നൽ ഡിവൈഡഡ് ബൈ √EB എന്ന് പറയുമ്പോൾ ഈ √EB വിൽ ഗെറ്റ് ക്യാൻസൽഡ് അല്ലേ. സോ എന്ത് കിട്ടും? ബാക്കി √EB ഇല്ലാതെ എഴുതണം. √2/TB cos 2πfct. Is it clear? S1 എന്ന് പറഞ്ഞ സിഗ്നൽ ഇതാണ്. ഇതിനെ ഡിവൈഡഡ് ബൈ √EB ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു √EB ഉണ്ട്, അതും ക്യാൻസൽ ചെയ്ത് പോവും. ബ്രാക്കറ്റ് ബാക്കിയുള്ള √2/TB cos 2πfct എന്ന് പറഞ്ഞ സിഗ്നൽ. ഇതാണ് എന്ത്? ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ. സോ ദിസ് ഈസ് ദ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ 5/1. ഇനി ഈ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ 5/1 വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പറ്റത്തില്ലെങ്കിൽ നമ്മൾ അടുത്ത ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഇക്വേഷനിലേക്ക് നോക്കിക്കോളൂ. S1 is equal to √2 into EB/TB. So S1 നമുക്ക് എങ്ങനെ എഴുതാം? ഈ S1 ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് √EB into √2/TB cos 2πfct എന്ന് എനിക്ക് എഴുതിക്കൂടെ? S1 എന്ന് പറഞ്ഞ ഇക്വേഷനെ, ഈ ഇക്വേഷനെ √EB ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു √EB ഇൻറ്റു ഈ ഒരു ടേം എന്താണെന്നാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഈ ഒരു ടേം എന്താണെന്ന് നമ്മൾ പറഞ്ഞത് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ ആണല്ലേ 5/1. സോ 5/1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ S1 എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു? സി, ദിസ് ഈസ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. S1 S2 നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ് ഇത്. സോ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് എഴുതാം S1. അപ്പോൾ എന്താണെന്ന് നമുക്കിവിടെ കിട്ടിയത്? √EB ടൈംസ് 5/1 എന്ന് കിട്ടി. Now what is S2? S1 തമ്മിൽ ഒരു നെഗറ്റീവ് മൈനസ് സൈൻ്റെ വ്യത്യാസമേ ഉള്ളൂ അല്ലേ. റെസ്റ്റ് ഓൾ സെയിം. സോ S2 can be written as മൈനസ് √EB, ബാക്കി 5/1 അതിനകത്തും ഉണ്ട്. സോ ഈ ഒരു രണ്ട് ഇക്വേഷൻ നോക്കുവാണെങ്കിൽ ദിസ് മീൻസ് ദാറ്റ് we need just 5/1 is enough for representing both the signal അല്ലേ. രണ്ട് സിഗ്നലിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 5/1 എന്ന് പറഞ്ഞ ഒറ്റ ഒരു ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ മാത്രം മതി അല്ലേ. So for BPSK we need only one orthonormal basis function that is 5/1. Okay, and now നമുക്ക് സിന്തസൈസ് ഇക്വേഷനിലേക്ക് ഒന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച സിന്തസൈസ് ഇക്വേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ദാറ്റ് ഈസ് വി നോ SI എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ J is equal to 1 to n Sij 5j ആണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഒറ്റ ഒരു ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ മതി അല്ലേ. 5/1 മാത്രം മതി. അപ്പോൾ ഒറ്റ ഒരു ടേമിനകത്ത് J = 1 മാത്രം മതി നമുക്ക്. സോ അങ്ങനെയാണെങ്കിൽ ആൻഡ് ഓൾസോ ഞാൻ Iക്ക് 1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കാൻ പോവാണ്. Iക്ക് 1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കാൻ പോവാണ്. ആൻഡ് ഒറ്റ ഒരു ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ മതി. ദാറ്റ് മീൻസ് J നമ്പർ ഓഫ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷനാണ്. Jക്ക് 1 കൊടുക്കുകയാണെങ്കിൽ Iക്ക് ഞാൻ 1 എന്ന് കൊടുക്കുന്നു. കാരണം ഇവിടെ രണ്ട് സിമ്പിളാണ് നമുക്കുള്ളത് അല്ലേ. SI എന്ന് പറയുന്നത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് S1 ഉണ്ട്, S2 ഉണ്ട്. ആദ്യം ഞാൻ Iക്ക് 1 കൊടുത്തു. അപ്പോൾ S1 എന്ത് കിട്ടും? S1 ആൻഡ് Jക്ക് ഇവിടെ ഒരു ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ മതി അല്ലേ. സോ J is equal to 1. Sijക്ക് വരെ S1 into 5 Jക്ക് 1 കൊടുത്തു. സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി അല്ലേ. So we know S1 using synthesized equation we know what
S1 of t is equal to S1151 of t ആണ് അല്ലേ? So if you compare these equation 4 എന്ന് ഓൾറെഡി നമ്പർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. So if you compare from 5 and 6, so from the equation 5 and 6 നമുക്ക് കമ്പയർ ചെയ്ത് എന്ത് എഴുതാൻ പറ്റും? നമുക്ക് എഴുതാം S11 എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഇ ബി ആണെന്ന് നമുക്ക് കിട്ടി. റൂട്ട് ഇ ബി ആണെന്ന് കിട്ടി. So this is the next important point. And similarly S2 of t can be written as S21 into 5 of t എന്ന് എഴുതാം. ഇതേ ഇക്വേഷനിൽ ഐക്ക് 2 കൊടുത്താൽ മതി, ഐക്ക് 2 കൊടുത്താൽ മതി. ഓർത്തോണോമൽ ബേസിസ് ഫംഗ്ഷൻ ഒറ്റ ഒരെണ്ണമേ ഉള്ളൂ, അതായത് J1 ആണ്. ഓക്കെ, ഐക്ക് 2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? S2 of t ഈ ഒരു ഇക്വേഷൻ കിട്ടും അല്ല, ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇതിനെ ഇതിനെ ഇക്വേഷൻ നമ്പർ 7 എന്നും ഇക്വേഷൻ നമ്പർ 8 എന്നും മാർക്ക് ചെയ്തോളൂ. സോ ഫ്രം 7 and 8നെ കമ്പയർ ചെയ്യുവാണെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് കിട്ടും ഈ S21 പകരമാണ് ഇവിടെ മൈനസ് റൂട്ട് ഇ ബി ഉള്ളത് അല്ലേ? ബാക്കിയെല്ലാം ഇക്വേഷൻസ് പാർട്ടിൻ്റെ സെയിം അല്ലേ? സോ ഇഫ് യു കമ്പയർ ദീസ് ടു ഇക്വേഷൻ S21 is equal to this part, that is minus root EB എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഈ ഇക്വേഷൻ കൂടി കമ്പയർ ചെയ്തപ്പോൾ എന്തായിരുന്നു കിട്ടിയത്? S11 പകരം ഇവിടെ റൂട്ട് ഇ ബി. സോ S11 equal to root EB. And so this is the next important point. ഓക്കെ, അപ്പോൾ S11 കിട്ടി, നമുക്ക് S21 കിട്ടി. ഇനി നമുക്ക് സിഗ്നലിനെ വെക്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യാം, കാരണം ആ വെക്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് എല്ലാം കിട്ടി. അപ്പോൾ വെക്ടറിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ സിഗ്നൽ S1 of t എന്ന് പറഞ്ഞ സിഗ്നലിൻ്റെ വെക്ടർ റെപ്രസെൻറ്റേഷൻ എങ്ങനെയായിരുന്നു? S1 എന്നായിരുന്നു അല്ലേ? ആ S1 എന്ന് പറഞ്ഞ വെക്ടറിനകത്ത് എത്ര കമ്പണൻസ് ഉണ്ടാവും? നോർമലി SIക്കകത്ത് എത്ര എണ്ണം ഉണ്ടാവും? SI1, SI2 അപ് ടു SIN, വേർ N ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷനുകൾ ഉണ്ടപ്പോൾ ഇവിടെ ഒരു ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷനേ ഉള്ളൂ 5 of t. അപ്പം നമുക്ക് എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? ഒരൊറ്റ എലമെൻറ്റേ ഉണ്ടാവുള്ളൂ, ദാറ്റ് ഈസ് SI1. ഇനി ഐക്ക് 1 കൊടുക്കുവാണെങ്കിൽ നമുക്ക് S1 of tയുടെ വെക്ടറായ S1 കിട്ടും, ദാറ്റ് ഈസ് S11. ഐക്ക് 2 കൊടുക്കുവാണെങ്കിൽ നമുക്ക് S2 of tയുടെ വെക്ടറായ S2 കിട്ടും, and that also will consist of just one element because there is only one orthonormal basis function. N orthonormal basis function ഇല്ല, ഒറ്റ ഒരു orthonormal basis function ഉള്ളൂ. സോ ഒരു എലമെൻറ്റേ ഉണ്ടാവുള്ളൂ. സോ S1 എന്ന് പറഞ്ഞ വെക്ടറിനകത്ത് ഒരു എലമെൻറ്റേ ഉണ്ടാവുള്ളൂ, ദാറ്റ് ഈസ് S11, and that is what? That is root EB. root EB ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പോൾ root EB ആണ് കിട്ടിയിരിക്കുന്നത്. സിമിലർലി S2 of tയുടെ വെക്ടർ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? S2 ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? S21 ആണ്. പക്ഷേ S21 നമുക്ക് എന്തെന്ന് കിട്ടി? മൈനസ് റൂട്ട് ഇ ബി എന്ന് കിട്ടി. സോ ഇത് രണ്ടുമാണ് എൻ്റെ മെസ്സേജ് പോയിന്റ്. വെക്ടറിനെ റെപ്രസെൻറ്റ് ആ കോഡിന് S11 S21 കിട്ടി. സോ S11 S21 എന്തുവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആ സിഗ്നലിൻ്റെ മെസ്സേജ് പോയിന്റ് ആണ്. അതായത് S1 of t എന്ന് പറഞ്ഞ സിഗ്നലിനെ സ്പേസിൽ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള മെസ്സേജ് പോയിന്റ് ആണ് ഈ റൂട്ട് ഇ ബി എന്ന് പറഞ്ഞാൽ. അതേകൂട്ട് തന്നെ S2 of t എന്ന് പറഞ്ഞ സിഗ്നലിനെ ഒരു സ്പേസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് പോയിന്റ് ആണ് ഈ മൈനസ് റൂട്ട് ഇ ബി എന്ന് പറഞ്ഞാൽ. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് മെസ്സേജ് പോയിന്റ്, okay, representing S1 of t, and minus root EB is the second message point for representing what? S2 of t, or the binary symbol 0. okay, അപ്പം വെക്ടറും കിട്ടി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നത്? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതിനെ അതിൻ്റെ യൂക്ലിഡിയൻ സ്പേസ്, അതിൻ്റെ സ്പേസ് ഡയഗ്രാം നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്പേസ് ഡയഗ്രാം പ്ലോട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്? എത്ര ഓർത്തോണോമൽ ബേസിസ് ഫംഗ്ഷൻ ഉണ്ടോ? ഒറ്റ ഒരു ഓർത്തോണോമൽ ബേസിസ് ഫംഗ്ഷനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എത്ര ആക്സിസ് ഉണ്ടാവും? ഓർത്തോണോമൽ ബേസിസ് ഫംഗ്ഷനാണ് എന്ത്? ആക്സിസ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ വിൽ ഫോം ദ ആക്സിസ്. സോ 5 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഒരു ആക്സിസേ ഉണ്ടാവുള്ളൂ, വേറൊരു ആക്സിസ് ഇല്ല. ബിക്കോസ് ഒരു ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് 5 അല്ലേ? നൗ മെസ്സേജ് പോയിന്റ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു 0 എന്ന് പറഞ്ഞാൽ ഒറിജിൻ ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, നൗ ഒരു മെസ്സേജ് പോയിന്റ് എവിടെയാണ്? റൂട്ട് ഇ ബിയിലാണ് അല്ലേ? സോ ഒരു മെസ്സേജ് പോയിന്റ് കോർഡിനേറ്റ് S11 എന്ന് പറയുന്നത് റൂട്ട് ഇ ബിയും, and then other coordinate is minus root EB. So these are the two coordinate. അപ്പോൾ ഒന്ന് റൂട്ട് ഇ ബിയെ, സപ്പോസ് റൂട്ട് ഇ ബിയെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ആണ് ഇവിടെയായിട്ടാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ, 0യിൽ നിന്ന് റൂട്ട് ഇ ബി ഇതാണെങ്കിൽ 0യിൽ നിന്ന് അത്രയും ഡിസ്റ്റൻസ് ലെഫ്റ്റിലോട്ട് മാറിക്കഴിഞ്ഞാൽ മൈനസ് റൂട്ട് ഇ ബി കിട്ടും അല്ലേ?
സോ ഇതാണ് ആ യൂക്ലിഡിയൻ സ്പേസ് അല്ലെങ്കിൽ സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രം എന്ന് പറയും. ഓർ ദിസ് ഡയഗ്രം ഈസ് നോൺ ആസ് സിഗ്നൽ സ്പേസ് ഡയഗ്രം. ഓക്കെ, സിഗ്നൽ സ്പേസ് ഡയഗ്രം എന്ന് പറയും. സിഗ്നൽ സ്പേസ് ഡയഗ്രം ഫോർ BPSK ഓർ സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രം എന്ന് ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു റൂട്ട് TB എന്ന് പറഞ്ഞത് ഇതെന്താണ്? ഈ റൂട്ട് TB എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, മെസ്സേജ്, ഇതൊരു മെസ്സേജ് പോയിൻ്റ് ആണ്. ഓക്കെ, മെസ്സേജ് പോയിൻ്റ് ആണ്. മെസ്സേജ് പോയിൻ്റ് 1 ഫസ്റ്റ് മെസ്സേജ് പോയിൻ്റ് ആണ്. ഈ -√TB എന്ന് പറയുന്ന ആ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് പോയിൻ്റ് 2 ആണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? മെസ്സേജ് പോയിൻ്റ് 2 ആണ്. മെസ്സേജ് പോയിൻ്റ് 2 ആണ്. ദാറ്റ് മീൻസ് S1 റെപ്രസെൻറ്റ് ചെയ്യുന്ന മെസ്സേജ് പോയിൻ്റ് ആണിത്. ഓർ ബൈനറി 1നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെസ്സേജ് പോയിൻ്റ് ആണിത്. ഇതെന്ന് പറഞ്ഞാൽ S2 റെപ്രസെൻറ്റ് ചെയ്യുന്ന മെസ്സേജ് പോയിൻ്റ് ആണിത്. അല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞ ബൈനറിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെസ്സേജ് പോയിൻ്റ് ആണിത്. ഓക്കെ, or this is the message point due to S1. Okay, now one more thing, ഈ സിഗ്നൽ സ്പേസ് ഏതൊരു സിഗ്നൽ സ്പേസ് ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയും കൂടി പഠിക്കാം. ഈ BPSKയുടെ ഒരു പ്രോപ്പർട്ടിയാണ്, അതായത് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്. യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, രണ്ട് മെസ്സേജ് പോയിന്റുകൾ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്. അപ്പോൾ രണ്ട് മെസ്സേജ് പോയിന്റുകൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്, രണ്ട് മെസ്സേജ് പോയിന്റുകൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് പോയിന്റ് ഇതാണ്, ദിസ് ഈസ് ദ അനദർ മെസ്സേജ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ഇത് ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യുവാണ്. സോ ഈ ഒരു സ്പേസ് കണ്ടോ, ആ രണ്ട് മെസ്സേജ് പോയിന്റുകൾ തമ്മിലുള്ള സ്പേസിനെയാണ് എന്ത്? യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയും. ആൻഡ് ദിസ് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്, ഓക്കെ, ഈ ഫസ്റ്റ് മെസ്സേജ് പോയിന്റും സെക്കൻഡ് മെസ്സേജ് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസും BPSKക്ക് ഇത് എത്രയാണ്? നിങ്ങൾ നോർത്തെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? EB തന്നെയാണ് അല്ലേ, √TB ആണ്. ലെഫ്റ്റിലോട്ടും ഇത് എത്ര യൂണിറ്റ് ആണ്? √TB യൂണിറ്റ് തന്നെയാണ്. സോ √TB പ്ലസ് √TB, ഓക്കെ, ദാറ്റ് ഈസ് വാട്ട്? ദാറ്റ് ഈസ് 2 ടൈംസ് √TB. ഇത്രയും യൂണിറ്റാണ് എന്ത്? യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. സോ ഇത് മെനി ടൈംസ് ഒരുപാട് ഒബ്ജക്റ്റീവ് പരീക്ഷകൾക്കൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. BPSKയുടെ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എത്രയാണ്? 2 ടൈംസ് √TB ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് how we get the signal space diagram for BPSK. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് BPSK ബൈനറി ആണ്. സോ രണ്ട് സിഗ്നലിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ സിഗ്നലിനെ ഇൻ ടേംസ് ഓഫ് റൂട്ട് എനർജി പെർ ബിറ്റും TB നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. അതിൻ്റെ ആ കാരിയർ ഫ്രീക്വൻസി ഒരു NC/TB ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ഓൾസോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സിഗ്നലിനെ നമ്മൾ ബൈനറി സിമ്പിൾസ് 1സിനെയും 0സിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന സിഗ്നൽസാണ് S1 S2 എന്ന് പറഞ്ഞു. അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്തത്? ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഒരൊറ്റ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ വെച്ച് തന്നെ നമുക്ക് രണ്ട് സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. അത് Φ1 ആണ്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്? സിഗ്നലിൻ്റെ വെക്ടറിൻ്റെ രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അതിന് വേണ്ടിയിട്ടുള്ള വെക്ടർ കോർഡിനേറ്റ് പോയിൻറ്റ്സ് നമുക്ക് ലഭിച്ചു. അതിനുശേഷം യൂസിങ് ദോസ് പോയിൻറ്റ്സ് വി പ്ലോട്ടഡ് ദ സിഗ്നൽ ഓൺ ടു ദ സിഗ്നൽ സ്പേസ് ഡയഗ്രാം. യൂക്ലിഡിയൻ സ്പേസിൽ നമ്മളതിനെ പ്ലോട്ട് ചെയ്തു. ഇതിനെയാണ് സിഗ്നൽ സ്പേസ് ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെറിവേഷനാണ്. ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു essay ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് BPSKയുടെ ഈ ഒരു കോൺസ്റ്റലേഷൻ ഡയഗ്രാം. എലോങ് വിത്ത് ദാറ്റ് അതിൻ്റെ ബിറ്റ് എറർ റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ എറർ പ്രോബബിലിറ്റി ആണ് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്ക്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വി വിൽ ഡിസ്കസ് ഓൺ ദാറ്റ്. താങ്ക് യു.